ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ കാലമായിട്ട് വാങ്ങിക്കണം എന്ന് പറയുന്നൊരു സാധനം വാങ്ങിക്കാനാണ്. അതിനിടയ്ക്ക് ചെറിയൊരു തുമ്മൽ വന്നു. അതാണ് ജസ്റ്റ് ഒരു ഡിസ്റ്റർബൻസ് വന്നത്. നല്ല ഗോൾഡ് പിടിച്ചിട്ടുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തുമ്മൽ വരും. അലർജീൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പം ഞങ്ങൾ ഗേറ്റ് എപ്പോഴും അടഞ്ഞായിരിക്കും. അപ്പോൾ അതൊക്കെ തുറന്ന് വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ പോണ വഴിക്ക് കുഞ്ഞൂസിന് ഒരു പുതിയ ചെരുപ്പ് വന്നു. അപ്പം വാങ്ങിയതിന് ശേഷം കാല് തൂക്കിയിടുന്നില്ല, കൈ തന്നെ പിടിച്ചിട്ട് അയ്യോ എൻ്റെ ചെരുപ്പ് കൊള്ളാം. അവനിങ്ങനത്തെ ഈ ക്രോക്സ് ടൈപ്പ് ചെരുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. വേറെ എങ്ങോട്ടല്ല, നമ്മൾ ഡെക്കാത്ലോണിലേക്കാണ് വന്നത്. കണ്ടപ്പോൾ തന്നെ അവിടെ കുറേ കുട്ടികൾ, വെക്കേഷനാണല്ലോ, അപ്പോൾ ഓരോ ക്യാമ്പിംഗ് ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്ന കുറേ പിള്ളേരുണ്ട്, കുഞ്ഞു കുഞ്ഞു മക്കൾ. അവർ 5 വയസ്സൊക്കെ ഉണ്ടോയെന്ന് തോന്നും, അത്രയും ചെറിയ പിള്ളേർ വരെ ഉണ്ട് അതിനകത്ത്. വന്നു കഴിഞ്ഞപ്പം ക്രിക്കറ്റ് ഭ്രാന്തനായ എൻ്റെ കെട്ടിയവൻ ആദ്യം തന്നെ ഒരു ബാറ്റ് എടുത്ത് നോക്കി. പിന്നെ ബോൾ ചെയ്യാൻ അവിടെ പ്രത്യേകിച്ച് ഒരാളില്ലാത്തതുകൊണ്ട് വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളതുകൊണ്ട് പിന്നെ അതെടുത്ത് തലയ്ക്ക് എന്നോടോ കുഞ്ഞിനോടോ അടി കിട്ടും ചില പ്രകോപനപരമായ സാഹചര്യങ്ങളിൽ എന്നുള്ളത് കൊണ്ടും അത് വാങ്ങാതെ അവിടെ തിരിച്ചു വെച്ചു. പിന്നെ ബോൾ കണ്ടപ്പം ഞാനൊന്ന് ചെറുങ്ങനെ എടുത്ത് തട്ടി ഉരുട്ടിയൊക്കെ നോക്കി. പിന്നെ നല്ല കുഞ്ഞു ബാഗ്, കുഞ്ഞുവിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ചെറിയ സാധനമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അവനാണെങ്കിൽ അന്നേരം നല്ല ഉറക്കമാണ് കേട്ടോ. മെയിനായിട്ട് ഞങ്ങൾ വന്ന് 2 ഷട്ടിൽ ബാറ്റും വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞങ്ങൾ ഏകദേശം ചെറിയൊരു ബഡ്ജറ്റിനുള്ള സാധനമൊക്കെ, ജസ്റ്റ് ട്രയലാണല്ലോ, അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിനുള്ള സാധനമൊക്കെ അവിടെ നിന്ന് എടുത്തു. അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. കുട്ടികളുടെയും സൈക്കിളും വലിയ ആൾക്കാർക്ക് വേണ്ടതും എല്ലാ സ്പോർട്സ് ഐറ്റംസും ഉണ്ട്. പിന്നെ കുറേ ടീഷർട്ട്സും പിന്നെ നമ്മുടെ ജേഴ്സി ടൈപ്പ് സാധനങ്ങളും ഒക്കെ നല്ല സോഫ്റ്റ് ക്ലോത്തിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും കുഞ്ഞൂസ് എണീറ്റപ്പോൾ ഇങ്ങനെ പന്തം കണ്ട വഴി ചുറ്റും നോക്കുന്നുണ്ട്. അയ്യോ, ഇതിപ്പോൾ എവിടെയാണ് സ്ഥലം, ഇത് എവിടെ എത്തി? പിന്നെ ഒന്ന് താഴെ വെച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പർക്കൊരു ബോളും കിട്ടിയപ്പോൾ ആള് കുറച്ചൊന്ന് ചാർജായി. കൊള്ളാലോ, നല്ല പിള്ളേരൊക്കെ ഉണ്ടല്ലോ. ചെക്കൻ ചെറിയൊരു കോഴിയാണോ എന്ന് സംശയമുണ്ട്, അല്ലാതാവാൻ വഴിയില്ല. അപ്പനും അമ്മയൊക്കെ ഏകദേശം കോഴി ആയതുകൊണ്ട്. പിന്നെ ബോളൊക്കെ വെച്ച് 2 പേരും കൂടി ഒന്ന് കളിച്ചൊക്കെ നോക്കിയപ്പോൾ മൂപ്പര് കാണുള്ള ഉഷാറായി എല്ലായിടത്തും നടക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് വേണ്ട സാധനമൊക്കെ എടുത്ത് ഓറഞ്ച് ബോളും ഞങ്ങൾ എടുത്തു. പിന്നെ ബില്ലിങ്ങിലെത്തിയപ്പോൾ അവിടെ ഒബ്വിയസ്ലി ചോക്ലേറ്റ് ഉണ്ടാവില്ല. അതിൽ നിന്ന് ഒരു 2 ചോക്ലേറ്റൊക്കെ എടുത്ത് നേരെ പുറത്ത് വന്നപ്പോഴേക്കും വേർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു ഉള്ളിൽ. പിന്നെ ആ ചോക്ലേറ്റ് ചെറിയൊരു വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇരുന്ന് കുടിച്ച് ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോന്നു.